നമ്മുടെ ഫിഷ് റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ക്വിക്കായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ആദ്യം നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അയലയാണ്. അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വെച്ചത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ അതിനുശേഷം അതേ എണ്ണയിൽ അതേ പാനിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇട്ടത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇത്രയും ഐറ്റംസാണ്: സവാള, തക്കാളി, പച്ചമുളക്. ഇനി നമ്മുടെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ സവാള അതിലേക്കിടാം, പച്ചമുളകും ഇടാം. കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്ത അതേ എണ്ണ നമ്മുടെ സവാളയിൽ ഇങ്ങനെ മെഴുകി വരണം. അപ്പോൾ നന്നായിട്ട് ബ്രൗണിഷ് കളറാകുമ്പോൾ നമ്മുടെ തക്കാളി അതിലേക്ക് വിതറിക്കൊടുക്കാം. ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അല്പം നമ്മുടെ ഗരം മസാല. ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തത്. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുത്തു. അതിനുശേഷം നമ്മളുടെ ഫ്രൈ ചെയ്ത മീൻ അതിലേക്ക് വച്ച് എല്ലാം പുതച്ചെടുക്കണം. നല്ല പുതച്ച് കൊടുക്കുക. എന്നിട്ട് മല്ലിയിലയും കൂടി വിതറാം. ജസ്റ്റ് ഒരു 3 മിനിറ്റ് മൂടി വെച്ചാൽ മതി. നമുക്കത് ഗ്രേവി ഒന്ന് അതിലേക്ക് പിടിച്ച് വരണം. അപ്പോൾ ഇതാ ഇവിടെ നമ്മളുടെ ഫിഷ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ്. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് ഇങ്ങനെ കൊതി മൂത്തിട്ട് പാടില്ല. വേറെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എങ്കിലേ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് കഴിക്കാം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒന്നുമില്ല, ഫിഷ് ഫ്രൈ ചെയ്യുന്നത് ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. നമ്മൾ സവാളയും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഫിഷ്, ഏത് ഫിഷിനെ കൊണ്ടും നമുക്കത് ചെയ്തെടുക്കാം. ഇത് ഞാൻ അയലയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഫിഷ് ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി കഴിക്കാം. കുളിച്ച് റെഡിയായി വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്. അതങ്ങനെ തന്നെയല്ലേ, എല്ലാം ഉണ്ടാക്കിയിട്ട് കുളിച്ച് വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ബിരിയാണി റൈസാണ് എടുത്തത്. ബിരിയാണി റൈസ് ഞാൻ കുറച്ചുണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം, അല്ലാതെ നമുക്കിപ്പോൾ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും കഴിക്കാം. വെരി ടേസ്റ്റിയാണ്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഞാൻ എല്ലാവരെയും കൊതിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെറുതെ അല്ല കൊതിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മസാല ഒന്നൊന്നര ടേസ്റ്റാണ്. ആ മല്ലിയില കൂടി ഉണ്ടാകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. അത് ഫിഷ് ഫ്രൈൻ്റെ അതേ എണ്ണയിൽ നമ്മളുടെ സവാളയൊക്കെ വഴറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റിലെ, അതാണ് ഭയങ്കര ടേസ്റ്റ്. ഞാൻ ഈ ഫിഷ് നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടിയിട്ട് കുറേ മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിഷ് ഫ്രൈയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ ഫിഷ് ചെറിയ ഫിഷ് പകുതി എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ ക്യാമറേൻ്റെ പിന്നിൽ കഴിക്കുന്നതായിരിക്കും. നിങ്ങളെ കൊതിപ്പിച്ച് ലാസ്റ്റ് എനിക്ക് വയറ് വേദന വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് പിന്നെ തട്ടാം. അപ്പോൾ കൊതിപ്പിച്ച് നിങ്ങളെ ഞാൻ ക്ഷീണിപ്പിക്കുന്നില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ് ഫിഷ് റോസ്റ്റ്. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ തീറ്റി മത്സരം തുടരുന്നതായിരിക്കും. ബൈ. കഴിച്ചു തീർക്കട്ടെ.